നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഈ കാണുന്നില്ലേ മക്കളെ, ഇവിടെ കണ്ടു, ഇവിടെ കാണുന്ന ഈ മതിലാണ് പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളതൊക്കെ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, ഒഴിവാക്കി കൊടുക്കുന്നുള്ളൂ. പണിക്കാർ വരുമ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ വസ്തുക്കൾ സാധനങ്ങളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാം, ചിലപ്പോൾ കേട് വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ നീക്കി വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ നീക്കി വെച്ച് വിട്ടാൽ തിണ്ടുമെന്ന്. അപ്പോൾ ഈ തിണ്ണയാണ് പൊളിക്കുന്നത്. പിന്നെ ഈ രണ്ട് തറം പൊളിക്കും, അങ്ങോട്ടേക്ക് ഇനി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥലം നമുക്ക് എത്ര ഇതിൻ്റെ ഉള്ളിൽ കിട്ടണം അത്രയും സ്ഥലം സൗകര്യം നമുക്ക് ഇങ്ങോട്ട് എടുക്കണം. പിന്നെ നമ്മൾക്ക് ഈ രണ്ട് തറയും പൊളിക്കും. കണ്ടോ, നാഗങ്ങളെ വെച്ചതും ഗണപതിനെ വെച്ചും തറ പൊളിക്കും. കാരണം ഈ കാണുന്ന സെൻറ്ററിൽ കൂടെയാണ് നമുക്ക്, കണ്ടോ, ശ്രീലകത്തിൻ്റെ നേരെ നമുക്ക് ഇവിടെ കതവ് വരണം. അപ്പോൾ അവിടെ പൊളിച്ചിട്ട് അവിടെ കതവ് വരണം. ആ ഒരു രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ ഈ ശ്രീലകം നമ്മൾ മണ്ണിട്ട് ഉയർത്തി തോറും ഇത് താഴും. അപ്പോൾ ഭഗവതി അത്ര താഴ്ത്തി നമുക്ക് ഇരുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തറ നിൽക്കണമുണ്ടോ, ഈ തറയ്ക്ക് ഉയരത്തിന് ഇതിൻ്റെ ഉള്ളിലൊരു തറ കെട്ടും ഞാൻ. ഇതിൻ്റെ ആ ഉയരത്തിന് ഇവിടെ ഒരു തറ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലായിരിക്കും ഭഗവതി ഇരിക്കുക കേട്ടോ. അപ്പോൾ ഭഗവതി താന്നു പോവില്ല. അപ്പോൾ ഭഗവതി ഉയരത്തിൽ തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കറുപ്പ് കാണില്ലേ, ആ ഉയരത്തിൽ ആ കറുത്ത പെയിൻറ്റ് കാണില്ലേ, അതിൻ്റെ ഉയരത്തിൽ തറ വരും. അതിൻ്റെ ഉയരത്തിൽ തറ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലായിരിക്കും ദേവീനെ കുടിവെക്കുക. പിന്നെ നമ്മുടെ ഈ വാതിൽ, ഇതൊക്കെ നല്ല ചിലവുള്ള പണിയാണ്. ഇത് മാറ്റണം മക്കളെ. വാതിലൊക്കെ പോയി, ഇതിലടിപ്പടിയൊക്കെ പോയി, കണ്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റണം. ഇത് പ്ലാവാണ്, പ്ലാവിൻ്റെ ഇതുകൊണ്ടാണ് അമ്പലത്തിന് വാതിൽ വയ്ക്കുക. അപ്പോൾ ഇതിന് പ്ലാവ് കൊണ്ട് വാതിലുണ്ടാക്കണം. പിന്നെ എന്തായാലും നമ്മൾ വെക്കുകയല്ലേ, അപ്പോൾ നമുക്കതൊന്ന് മണികളെല്ലാം പിടിപ്പിച്ച് അമ്പലത്തിലെ വാതിൽ പോലെ ഭംഗിയാക്കി വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നിന്ന് എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ച പോലെയൊക്കെ അങ്ങോട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടോ, ഈ ഭാഗം കെട്ടിയിട്ടില്ല, ചെറിയൊരു തിണ്ണയാണ് ഇവിടെ ഉള്ളത്, കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഭാഗം അങ്ങോട്ട് കെട്ടിയിട്ട്, കണ്ടോ, ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കെട്ടി അങ്ങോട്ട് തിരിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ചുറ്റും ഗ്രില്ല് വയ്ക്കാൻ. കംപ്ലീറ്റ് ഗ്രില്ല് വെച്ച് നമുക്ക് ഇവിടെ ഒരു ഗ്രില്ലിൻ്റെ ഗേറ്റ് വയ്ക്കണം. നമ്മുടെ കയറി വരുന്നിടത്ത് ഒരു ഗ്രില്ലിൻ്റെ ഗേറ്റ് വയ്ക്കണം, ഇവിടെയും വയ്ക്കണം. ഭദ്രമാക്കണം, അടച്ചു കൂട്ടി ഭദ്രമാക്കിയിടണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തിങ്കളാഴ്ച 22 അല്ലേ, അപ്പോൾ നവരാത്രി കുറിക്കുന്ന ദിവസം, നവരാത്രി ആരംഭിക്കുന്ന ദിവസം. അപ്പോൾ അന്ന് ഞാനിവിടെ പണിക്കാരെ വെച്ചിട്ട് ഇതൊന്ന് പൊളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അത് തിങ്കളാഴ്ച. എന്നിട്ട് ഈ തിണ്ണ നമുക്ക് ഇതിനോട് ചേർത്തിട്ടെടുക്കും. ഇത്രയും സ്ഥലം ഉണ്ടല്ലോ, ഇത്രയും സ്ഥലം ഇവിടെ വെറുതെ കിടക്കുക. അപ്പോൾ ഈ സ്ഥലം നമുക്ക് അമ്പലത്തിലേക്ക് കയറ്റണം. അപ്പോൾ ആ പൊടിയും ഇതൊക്കെ മാറ്റാനായിട്ടൊക്കെ വലിച്ചു വരിയിട്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ അമ്മയുടെ പണിയാണ്. ചകിരി കടലാസ് പോലെ കൂടെ കൊണ്ടു കൂട്ടിയിടും. ഇനി അമ്മ ഇവിടെ കൂട്ടിയിടലുണ്ടാവില്ല. ഇവിടെയൊക്കെ കെട്ടി വളച്ചിട്ടെടുത്ത് അമ്പലമാക്കി കഴിഞ്ഞ് പിന്നെ അമ്മ എവിടെ കൊണ്ടിടുമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ പൊളിച്ചിട്ട് തിണ്ണ പൊളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം, കണ്ടോ. ഇതിനോട് ചേർത്ത് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും സ്ഥലം നമുക്കകത്തേക്ക് വരും, കണ്ടോ. ഇത്രയും സ്ഥലം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒടിച്ച് കൊണ്ടുവന്നിട്ട് ഈ കഴ ഇപ്പോൾ നമ്മൾ കിടക്കണ കഴയാണ്, കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലോസ് ആക്കും. ഇവിടെ അങ്ങനെ അടയ്ക്കും. ഇവിടെ അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലം നമുക്ക് അമ്പലത്തിലേക്ക് കിട്ടി. പിന്നെ നമുക്കിവിടെ ഒരു കൊട്ടത്തളം പണിയാം. പൈപ്പിലെ വെള്ളമൊക്കെ പോകാൻ, പൈപ്പിൽ കാല് കഴുകണ വെള്ളങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ആരംഭിക്കാൻ പോവുകയാണ് കാര്യങ്ങൾ. ഇനി മാസങ്ങളെന്ന് പറയുന്നത് പെട്ടെന്ന് പോകും. നമുക്ക് പൈസ കിട്ടുന്നതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേ ഭഗവതിയുടെ ഭക്തന്മാർ എന്നെ സഹായിക്കുന്നതനുസരിച്ച് നമുക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല എൻ്റെ അവസ്ഥയൊക്കെ, വീണ്ടും പറയുന്നുണ്ടല്ലോ നിങ്ങളോട്. അപ്പോൾ ഭഗവതിക്ക് നമുക്ക് ഈ ഒരു അമ്പലം ഭഗവതിക്ക് ഇരിക്കാനായിട്ടൊരു ഭംഗി അയക്കണമെന്ന് അതേ വേണ്ടു എനിക്ക്. അമ്മ വന്നൊരു വരവ് കഴിഞ്ഞ് പോയിരിക്കുകയാണ്, എങ്ങടാന്ന് അറിയില്ല. എൻ്റെ മോള് കുഞ്ചാ. പിന്നെ ഇവിടെ ടി വി ഇല്ല, വാർത്തയുടെ സൗണ്ട് കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. ഇവിടെ ടി വി ഒക്കെ ഉണ്ട്, ഒരു പഴയൊരു പഞ്ചൻ ടി വി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തീ ആളി കത്ത ചിരട്ടിയായിട്ട് കേട്ടോ. ഗ്രീൻ പീസാണ്, കുറച്ച് ഗ്രീൻ പീസ് അടുപ്പത്തിട്ടുണ്ട് ഉപ്പേരിക്ക്.
പിന്നെ കൊപ്പക്കായ എന്നൊക്കെ പറയില്ല, അത് മോര് കറിയുണ്ട്. അപ്പോൾ അതൊക്കെ മതി എന്നാക്കി. അപ്പം അമ്മ കുളിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മേനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാ. വന്നോളാ, തുണികളൊക്കെ എടുത്തുവാ. അങ്ങോട്ട് പോന്നോ, വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ബെല്ല് ബട്ടണും ചുവന്ന ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ, എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുക. സാമ്പത്തിക സഹായങ്ങൾ നിങ്ങളിലാവുന്നത് എനിക്ക് നിങ്ങൾ ചെയ്യുക. എന്തിന്? നമ്മുടെ ക്ഷേത്രം നന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ നമ്പർ 93 88 58 80 32. ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്താൽ എനിക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതല്ല, നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരൂ, ഈ നമ്പറിൽ വിളിക്കൂ, ഞാൻ വഴികൾ പറഞ്ഞു തരാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാതെ വരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.